കേരളീയം സ്പോൺസറാണ് ചെലവെടുക്കുന്നതെങ്കിൽ പിന്നെ ഈ കാശ് ഉപയോഗിച്ച് വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്നാണ് മിനി ബാബു പറയുന്നത്. പൊതുജനത്തെ കഴുതിയാക്കിക്കൊണ്ട് കേരളീയം എന്തിന് അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു റിപ്പോർട്ടിലേക്ക് കൂടി. മലപ്പുറം നിലമ്പൂരിൽ നഗരവികസനം ഇഴയുന്നു. 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന ഉറപ്പ് പാഴ്വാക്കായി. കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ നിലമ്പൂർ ടൗണിലെ CNG റോഡിന്റെ വികസനം 9 മാസമായിട്ടും പൂർത്തീകരിച്ചിട്ടില്ല. ബദൽ റോഡുകൾ ഇല്ലാത്തത് നഗരത്തിൽ സൃഷ്ടിക്കുന്നത് വൻ ഗതാഗത കുരുക്കാണ്. ദിവസവും 10,000 യാത്ര ചെയ്യുന്ന നിലമ്പൂർ നഗരമാണ് ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുന്നത്. 3 മാസം കൊണ്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ റോഡാണ് 9 മാസം കഴിഞ്ഞിട്ടും ശരിയാക്കാതെ ഗതാഗത കുരുക്കിൽ പൊറുതിമുട്ടുന്നത്. അന്തർ സംസ്ഥാന പാതയായ CNG റോഡിലേക്ക് വാഹനങ്ങൾ നിരനിരയായി എത്തുന്നതോടെ ഗതാഗത കുരുക്ക് മുറുകുകയാണ്. രാവിലെ തുടങ്ങുന്ന ഗതാഗത കുരുക്കിന് ഉച്ച സമയത്ത് മാത്രമാണ് അല്പം കുറവുണ്ടാവുക. നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണം എങ്ങും എത്താത്തതും ബദൽ റോഡുകൾ ഇല്ലാത്തതുമാണ് ഗതാഗത കുരുക്ക് അനുദിനം വർദ്ധിക്കാൻ കാരണം. വെളിയംതോട് മുതൽ നിലമ്പൂർ ടൗൺ വരെയുള്ള 2 കിലോമീറ്റർ പിന്നിടാൻ അരമണിക്കൂറിലേറെയാണ് പലപ്പോഴും വാഹനങ്ങൾ എടുക്കുന്ന സമയം. സ്വകാര്യ ബസ്സുകൾക്ക് സമയക്രമം പാലിക്കാൻ കഴിയാത്തതും വലിയ പ്രതിസന്ധിയാണ്. ഗൂഡല്ലൂർ മുതലുള്ള ആളുകൾ ആശുപത്രി ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നതും ഈ റോഡിനെയാണ്. CNG റോഡിലെ ഗതാഗത കുരുക്ക് മൂലം നിലമ്പൂരും പരിസര പ്രദേശത്തുമുള്ള മനുഷ്യരുടെ ജനജീവിതം വലിയ രൂപത്തിൽ ദുസ്സഹമായിട്ടുണ്ട്. ഒരു മലയോര പ്രദേശം എന്നുള്ള നിലക്ക് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന ഒരു ഗതാഗത മാർഗമാണ് ഈ റോഡ്. ഈ റോഡിന്റെ പണി തുടങ്ങിയിട്ട് ഏകദേശം 2 മാസത്തിൽ കൂടുതലായി. 6 മാസം കൊണ്ട് പൂർത്തിയാക്കും എന്ന് പറഞ്ഞ് അധികാരികൾ തുടങ്ങിയ ഈ റോഡിന്റെ പണിയുടെ ഓവ് പാലത്തിന്റെ പണി പോലും കൃത്യമായിട്ട് പൂർത്തിയായിട്ടില്ല. അശാസ്ത്രീയമായിട്ടുള്ള ഈ നിർമ്മാണ പ്രവൃത്തി കാരണം എന്നും മണിക്കൂറുകളോളം ഈ റോഡ് ബ്ലോക്കാണ്. ആയിരക്കണക്കിന് ആളുകൾ ചികിത്സ തേടി പ്രതിദിനം എത്തുന്ന ജില്ലാ ആശുപത്രിയിലേക്കുള്ള ഏക റോഡാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. മിക്ക ദിവസങ്ങളിലും ആംബുലൻസുകളും ഗതാഗത കുരുക്കിൽ അകപ്പെടാറുണ്ട്. 3 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ 9 മാസമായിട്ടും ഇനിയും പണി പൂർത്തീകരിച്ചിട്ടില്ല. ചില കെട്ടിട ഉടമകൾ വികസന പ്രവർത്തികൾക്ക് സ്ഥലം വിട്ടു നൽകാത്തതും പൊതുമരാമത്ത് ശ്രമം നടത്താത്തതുമാണ് യാത്രാ ദുരിതം വർദ്ധിക്കാൻ കാരണം. മഴക്കാലം കൂടി ആയതിനാൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് പൊതുജനങ്ങൾ അനുഭവിക്കുന്നത്. അതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കി ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ആവശ്യം. മലപ്പുറത്ത് നിന്നും ഷഹദ് റഹ്മാൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ ഗൂഡല്ലൂർ മുതലുള്ള ആളുകൾ ആശുപത്രി ആവശ്യങ്ങൾക്കായി എത്തുന്ന റോഡിനാണ് ഈ ദുരവസ്ഥ. എത്രയും വേഗം നവീകരണം പൂർത്തിയാക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. വളരെ 5 മിനിറ്റ് കൊണ്ട് ടൗണ് കഴിഞ്ഞു പോകേണ്ട വാഹനങ്ങൾ ഏകദേശം അരമണിക്കൂർ മുതൽ 3/4 മണിക്കൂർ 1 മണിക്കൂറിന് മേലെ ഈ ഗതാഗത കുരുക്കിൽ പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഈ ലൈൻ ബസ്സുകളും ടിപ്പറുകളും അതായത് സമയം പാലിക്കേണ്ട ഇവര് ഈ ലൈൻ ബസ്സുകളാണ് ഇതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ ഈ റോഡ് പണി നീണ്ടു പോകുന്നതുകൊണ്ട് റോഡിന്റെ സൈഡ് അരിയിലൊക്കെ വീതി കൂടിയെങ്കിൽ പോലും ബ്ലോക്ക് കൂടി വരികയാണ്. നമ്മൾ ഗൂഡല്ലൂരിൽ നിന്നൊക്കെ ഗൂഡല്ലൂർ മുതൽ ഇങ്ങോട്ടുള്ളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകുന്ന രോഗികളൊക്കെ ഇവിടെ പോകുന്നത് ചന്തക്കുന്ന് നമ്മൾ ജ്യോതിപ്പടി വരെ 2 കിലോമീറ്റർ ദൂരം അരമണിക്കൂറൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ ബ്ലോക്കായിട്ട് വരുന്നത്. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള വർക്ക് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഗതാഗത കുരുക്ക് മാസങ്ങളോളമായിട്ട് നിലമ്പൂരിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. രൂക്ഷമായ ഗതാഗത കുരുക്ക് ജനങ്ങളെ, കച്ചവടക്കാരൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ടൗൺ നവീകരണം വേഗത്തിലാക്കാനും ഗതാഗത കുരുക്കിൽ നിന്ന് ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥ തലത്തിലും ഭരണതലത്തിലും നല്ല ഇടപെടലുകൾ നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ ടൗൺ നവീകരണം നടക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. 1-2 പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കൂടി വളരെ വേഗം. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നത്, തൃശൂർ പാലക്കാട് ദേശീയപാതയിൽ മംഗലം പാലത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സിഗ്നൽ സംവിധാനവും വെളിച്ചവും ഇല്ലാത്തതുകൊണ്ട് അപകടങ്ങൾ നിത്യസംഭവമാണ്. അത് നിഖിൽ പ്രമേഷിനോട് പറഞ്ഞ് വാർത്ത കൊടുക്കണമെന്നാണ് പറയുന്നത്. നിഖിൽ പ്രമേഷ് നമ്മൾ അറിയിക്കും. അത് നമ്മൾ ആ വിവരം അല്പസമയത്തിനകം തന്നെ കൈമാറുന്നതാണ്. ദീപുരാജ് പറയുന്നത്, തിരുവനന്തപുരം ജില്ലയിലെ വിതുര ഗ്രാമപഞ്ചായത്തിൽ ആദിവാസിയാണ് ഞാൻ. ആദിവാസി ഫണ്ടുകൾ പര്യാപ്തമല്ല അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്കെന്ന കാര്യമാണ് ദീപു ചൂണ്ടിക്കാണിക്കുന്നത്.